ഒരേ സമയം ഭയപ്പെടുത്താനും ആകർഷിക്കാനും കഴിയും. നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്നത് പുനർവിചിന്തനം ചെയ്യണം. G7 ഉച്ചകോടിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. നിർമ്മിത ബുദ്ധി അധിഷ്ഠിതമായ ഉപകരണങ്ങൾ നിരോധിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. മനുഷ്യൻ ജീവിക്കണോ മരിക്കണോ എന്ന് തീരുമാനിക്കുന്നത് യന്ത്രങ്ങളാകരുതെന്നും AI സാങ്കേതിക വിദ്യയെ വിവേകത്തോടെ ഉപയോഗിക്കണമെന്നും മാർപ്പാപ്പ G7 ഉച്ചകോടിയിൽ ആവശ്യപ്പെട്ടു. സായുധ പോരാട്ടങ്ങൾ ദുരന്തം വിതയ്ക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് AI നിയന്ത്രിക്കുന്ന ആയുധങ്ങൾ വികസിപ്പിക്കുന്നതും ഉപയോഗിക്കുന്നതും പുനർവിചിന്തനം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത്. ഒരേ സമയം ആവേശവും ഭീഷണിയുമാണ് നിർമ്മിത ബുദ്ധി നൽകുന്നത്. മനുഷ്യന്റെ ജീവൻ അപഹരിക്കാനായി ഒരു യന്ത്രത്തെയും ഒരിക്കലും അനുവദിക്കരുത്. മറിച്ചാണെങ്കിൽ മനുഷ്യരാശിയെയും മാനുഷിക അന്തസ്സെന്ന സങ്കല്പത്തെയും ഇരുട്ടിലാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വൈദ്യശാസ്ത്രം, തൊഴിൽ ശക്തി, ആശയവിനിമയം, വിദ്യാഭ്യാസം, രാഷ്ട്രീയം എന്നിവയെ AI സ്വാധീനിക്കും. ഒരേ സമയം ഭയപ്പെടുത്താനും ആകർഷിക്കാനും കഴിയും. പുതിയ സാമൂഹിക വ്യവസ്ഥ, ജനാധിപത്യവൽക്കരണം, ശാസ്ത്രീയ ഗവേഷണത്തിനെ ത്വരിതപ്പെടുത്തുക എന്നിവയ്ക്ക് പുറമെ അനീതിയും ആധിപത്യവും സ്ഥാപിക്കാനും ആളുകളെ ഒരേ സമയം പ്രേരിപ്പിക്കുന്നുണ്ട്. അതിനാൽ നീക്കത്തെ നാം അപലപിക്കണമെന്നും മാർപ്പാപ്പ ചൂണ്ടിക്കാട്ടി. നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട സെഷനിലാണ് മാർപ്പാപ്പ ഭാഗമായത്. ഇതാദ്യമായാണ് ഒരു മാർപ്പാപ്പ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്.